2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് 16,000 വോട്ടുകൾക്കാണ് ശശി തരൂരുമായി പരാജയപ്പെട്ടത്. ശശി തരൂർ തോൽക്കുമെന്ന് BJPയിലെ ഒരുപാട് നേതാക്കൾ വിശ്വസിച്ചിരുന്നു. ശശി തരൂരിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രചരണങ്ങൾ നടത്തിയതൊക്കെയും. തലസ്ഥാന നഗരി പിടിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് പരിശ്രമിച്ചിരുന്നു. ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ BJPക്ക് വേണ്ടി മത്സരിക്കില്ല എന്നുറപ്പിച്ചിട്ടായിരുന്നു അന്ന് രാജീവ് ചന്ദ്രശേഖർ കേരളം വിട്ടത്. അതിനുശേഷമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൽ അദ്ദേഹം കടന്നുവന്നതും. ഇപ്പോൾ BJP എടുത്തിരിക്കുന്ന തീരുമാനം രാജീവ് ചന്ദ്രശേഖറിന്റെ വകയാണല്ലോ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളരെ വലിയ പരാജയമായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് ഏവർക്കും അറിയുന്ന കാര്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. BJP നോക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. 2 കോർപ്പറേഷനുകൾ നോക്കി വെച്ചിരിക്കുകയാണ് BJP. ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശൂരുമാണ്. ഈ 2 മണ്ഡലങ്ങളും BJPക്ക് ലീഡുള്ള സ്ഥലങ്ങളാണ്. തൃശൂർ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ മുന്നേറ്റമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 4 നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലെ തന്നെ BJPക്ക് നല്ല ലീഡാണുള്ളത്. നിലമ്പൂരിൽ മത്സരിക്കാതിരിക്കാനായി BJP പറയുന്നത് എന്തെന്നാൽ ഞങ്ങളിപ്പോൾ CPMനെ പിന്തുണയ്ക്കുന്നു. അതിന് കാരണം ഞങ്ങൾക്ക് കോൺഗ്രസ് നശിച്ചു കാണണമെന്നുള്ളതാണ്. ഇതിന്റെ തിരിച്ചടി BJPക്ക് കിട്ടുക അസംബ്ലിയിലും അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിലുമായിരിക്കും. നിലമ്പൂരിൽ BJP മത്സരിക്കുകയാണെങ്കിൽ അവിടെ BJPയുടെ സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്യുക. അവിടെ BJPക്ക് തുച്ഛമായ വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. തിരുവനന്തപുരത്തെ 80ഓളം വാർഡുകളിൽ BJPയും LDFും തമ്മിലാണ് മത്സരം. തൃശൂരിലും ഒരു പരിധിവരെ ഇതേ അവസ്ഥയിലാണുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ശശി തരൂർ ജയിച്ചത് വ്യക്തമായ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒട്ടുമിക്കയിടത്തും 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി വന്നത് UDFനാണ് ഏറ്റവും നല്ലതായത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെയും എടുക്കുന്നത്. K. സുരേന്ദ്രൻ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിനേക്കാളും മുകളിലാണ് എന്നാണ് മിക്കവരും പറയുന്നത്. അതേസമയം നിലമ്പൂരിൽ മത്സരിച്ചേക്കുമെന്ന് BJP സൂചന നൽകിയിട്ടുണ്ട്. മത്സരിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് തീരുമാനമുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. മത്സരിക്കുന്നില്ലെന്ന് പറയുന്നില്ല. അനാവശ്യമായ തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് LDFും UDFും ആണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDFും UDFും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും അടക്കം തുടങ്ങിക്കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ പ്രചരണം. അതേസമയം നിലമ്പൂരിൽ എന്ത് ചെയ്യണമെന്നുള്ളതിൽ തീരുമാനമെടുക്കാനാവാതെ ഇരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. പാർട്ടിക്ക് മണ്ഡലത്തിൽ മത്സര സാധ്യതയില്ലെന്ന BJP അധ്യക്ഷന്റെ ആദ്യ നിലപാട് പാർട്ടിക്ക് ക്ഷീണമായെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ്. PV അൻവർ മത്സരിച്ചാൽ പിന്തുണയ്ക്കണമെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇനിയും കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് സൈഡായ അവസ്ഥയിലാണുള്ളത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്ന ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്നതിൽ നേതൃത്വത്തിന് ഒരു ധാരണയുമില്ല. എത്ര വോട്ട് കിട്ടുന്നു എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന പ്രാഥമിക പാഠം നേതൃത്വം മറന്നതിൽ കടുത്ത ആമർശം പാർട്ടിക്കുള്ളിൽ പുകയുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. മത്സര സാധ്യതയില്ലെന്ന ആദ്യ നിലപാട് ക്ഷീണമുണ്ടാക്കിയെന്ന് മാത്രമല്ല ഏറെക്കാലമായി ഇല്ലാതിരുന്ന വോട്ട് കച്ചവടം എന്ന ആക്ഷേപവും പാർട്ടി നേരിടേണ്ടി വരും. 2021 BJP 8,595 വോട്ടും 2016 സഖ്യകക്ഷിയായ BDJS 12,284 വോട്ടും നേടിയിരുന്നു. K. സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 17,000 വോട്ടിന് മുകളിലും നേടിയിരുന്നു. ഇത്രയും വോട്ടുകൾ ജയപരാജയം പോലും നിശ്ചയിക്കുമെന്നിരിക്കെ BJP നേതൃത്വം എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്നത് വലിയ ചോദ്യമായി ഉയരുകയാണ്. PV അൻവർ മത്സരിച്ചാൽ പിന്തുണയ്ക്കണമെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിലും മൗനത്തിലാണ്. അതേസമയം നിലമ്പൂരിൽ BJP എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നും പിന്നിൽ ചില അന്തർനാടകങ്ങൾ ഉണ്ടാകുമെന്ന് താൻ കരുതുന്നതായും K. മുരളീധരൻ പറഞ്ഞു. BJP മത്സരിക്കുന്നില്ലെങ്കിൽ അത് വോട്ടുകൾ LDFിലേക്ക് മറിക്കാനാണെന്ന് താൻ കരുതുന്നുവെന്നും ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അതിൽ ദുരൂഹതയുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണവെയാണ് മുരളീധരൻ പറഞ്ഞത്. കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നിസ്സംഗത ചർച്ച ചെയ്യപ്പെടണം. പോലീസിലെ RSS വൽക്കരണം ഉൾപ്പെടെ UDF പ്രചാരണത്തിൽ ചർച്ചയാക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തിരുന്നു.